ഞാൻ ഇനി നഴ്സിങ്ങിന് പോകാൻ. അപ്പൊ ഞാൻ ഹോം നേഴ്സാ. ചെറുപ്പത്തിൽ കാരണവന്മാരും മക്കളെ വളർത്തിയ പോലെ നോക്കണം. ഈശോന്ന് വിളിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഉണ്ടാക്കി തന്നില്ലേ? ഇവിടെയോ? ആ, ഇവിടെയൊന്നും ഇല്ല. ഈശോയെ തിന്നതാ. ഇവിടെയൊന്നും ഒരു അപ്പമൊന്നുമില്ല. അപ്പവും പഞ്ചസാരയും കൂടിയാ തിന്നത്. എന്നിട്ട് നുണ പറയുവാണോ എലിക്കുട്ടി? എല്ലാവരും വിചാരിക്കുകയല്ലേ ഞാനൊന്നും തരുന്നില്ലെന്ന്. എനിക്കറിയത്തില്ല, ഞാനൊന്നും തിന്നുമില്ല, ഞാനിട്ട് എടുത്തുമില്ല. ആ, ഇങ്ങനെയാണോ പറയണത്? ഇങ്ങനെയൊക്കെയാണോ എലിക്കുട്ടി പറയുന്നേ? എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ, ഇങ്ങനെയൊക്കെയാണോ പറയണത്? മറന്നു പോയോ? എന്നാ മറന്നു പോയോന്ന് തിന്നതൊക്കെ? എന്നാ തിന്നു? അപ്പം തിന്നത്. അപ്പം ആ, അപ്പം തിന്നതൊക്കെ നന്നായി തീർന്നില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇനി അടുത്ത തിന്നുമ്പം പറഞ്ഞാൽ മതി അല്ലേ? പിന്നെ പിന്നെ കഴിഞ്ഞതൊക്കെ പിന്നെ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പാന്ന് പറഞ്ഞിരിക്കാൻ പോകും. അപ്പാന്ന് പറഞ്ഞോണ്ടിരിക്കാൻ പോവാന്ന്. അപ്പനെ വിളിച്ചാ മതി. അങ്ങനത്തെ സമയത്ത് ഇച്ചിരി കഴിക്കണം, അത് മാത്രം. പിന്നെ വല്ല കുടിക്കാൻ ഇച്ചിരി ഉള്ളൂ. അതൊക്കെ ചെയ്തതാട്ടോ. വേറെ ഒന്നും വേണ്ട. ഇനിയിപ്പോ എന്നാ പരിപാടി? പിന്നെ വല്ല മധുരമുട്ടായി ഉണ്ടെങ്കിൽ മധുരമുട്ടായൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകട്ടോ എല്ലാവരും ഒക്കെ വായിലിടാൻ. നേരത്തേന് വെള്ളം ഉണ്ടാവും. നാരങ്ങ മേടിച്ചാലോ? വേണ്ട, നാരങ്ങ മിഠായി ഞാൻ തിന്നില്ല. പണ്ടത്തെ നാരങ്ങ മിഠായി ഒരു പ്രായത്തിൽ ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. നാരങ്ങ മിഠായിയുടെ വിചാരം അങ്ങ് പോയി. അല്ലേ പറയായിരുന്നു, ജോമോനോട് പറഞ്ഞു വിട്ടണം മേടിച്ചോണ്ട് വരാൻ. അതിനോളം മിഠായി എന്ന് പറഞ്ഞേ. മിഠായി വല്ല ഇവിടെ ഇരിപ്പുണ്ടോ? മിഠായി ഒന്നും തീർന്നോ? എല്ലാം തീർന്നു. മേടിച്ചോണ്ടിരാ കേട്ടോ. ഇന്ന് മുട്ടായി മേടിച്ചോണ്ട് വരാന്ന്. മിഠായിയോ? എലിക്കുട്ടി അമ്മയ്ക്ക് തിന്നാൻ. ഏത് മിഠായി വേണ്ട? ഗ്യാസ് മിഠായി ആണോ വേണ്ടേ? എനിക്ക് നിർബന്ധമൊന്നും. നിർബന്ധമുണ്ട്, അതങ്ങനെയല്ലേ പറയുള്ളൂ. നിർബന്ധം ഇല്ലെന്നേ പറയുള്ളൂ. എല്ലാം ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഏത് മിഠായി വേണ്ട? ഗ്യാസ് മിഠായി വേണോ? നാരങ്ങ മിഠായി വേണോ? അതോ ഇന്നാളെ ആ മധുരമുള്ള ചെറിയ സാധനം വേണോ? ആരെങ്കിലും കൊണ്ടുവന്ന കൊള്ളാവുന്ന എടുക്കുമെന്ന് മാത്രം ഒന്നോരുണ്ടോ? അതൊക്കെ എനിക്കിട്ട് വേണ്ടതാ. ഒത്തിരി തിനിയല്ലേ നമുക്കറിയാം. നമുക്ക് ശകലം മതിയല്ല. ഒന്നും വായിലെടുത്തില്ല. പോകും, കേടാവും. പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിന്നും അല്ലേ? ഇളകും, ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ട് പല്ല് അല്ലേ അമ്മേ? ഒരു പ്രായമായി കഴിയുമ്പോൾ പല്ലെല്ലാം പൊഴിയുന്നുണ്ട്. ചിലർക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ എല്ലാം പോയമ്മേ, ഞങ്ങളുടെയൊക്കെ പോയിരിക്കുന്നതാ. അണയിലൊന്നുമില്ല. പ്രായത്തിനനുസരിച്ച് ബലം ഇരിക്കുമോ? അപ്പൊ ഞങ്ങൾക്കൊക്കെ പ്രായമായി. ഒരു പ്രായം വരെ ഉള്ളു പല്ലിന്റെ. അമ്മയ്ക്ക് 19-25 വയസ്സ് വരെ തന്നെ പല്ലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒരു കേടുമില്ലായിരുന്നു. കടിക്കാൻ പറ്റിയല്ല. സ്റ്റോക്ക് ഉണ്ടാകുന്നതിന് മുമ്പല്ലേ നമ്മൾ പല്ല് പറിച്ചു ഒരു പല്ലല്ലേ? ഓരോ പ്രായം കഴിയുമ്പോൾ ഓരോന്നിന്റെ തീരും. മറ്റേ ജാൻസി ചേച്ചി പറഞ്ഞതേ, അതുവരെ ഉള്ളു മനുഷ്യർക്ക്. അമ്മേ, അമ്മ അമ്മ കിടപ്പ് രോഗിയൊന്നും അല്ലല്ലോ ഒന്ന്. കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മേനെ ഒന്ന് സഹായിച്ചാ പോരേന്ന് ആ ജാൻസി ചേച്ചി ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമന്റ് ഇട്ട്. അതെ, അമ്മ കിടന്നതൊക്കെയാ. ഞങ്ങളെ അമ്മേനെ ഏൽപ്പിച്ചോണ്ട് വന്നതാ. ഡോക്ടർമാരൊക്കെ ഒന്ന് ഏക്കുന്നുള്ള ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാ. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടതാ. അതൊന്ന് നിങ്ങളോട് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് വേറെ വല്ല വീട്ടിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ കിടപ്പങ്ങ് ഒന്നെങ്കിൽ കിടന്ന് അങ്ങനെ തന്നെ അങ്ങ് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോയേനെ. ഞങ്ങൾ അതുപോലെ ശുശ്രൂഷിച്ച് കൊണ്ടുവന്നിട്ടാ അമ്മ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾക്കത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് ഞങ്ങൾ വിശദമായിട്ടൊരു ദിവസം പറയുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ പ്രസംഗം പറയാമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങളതിനെക്കുറിച്ച് പറയാനായിട്ട് പലരും ഞങ്ങളോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടിട്ട് പറയാമല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ്. അല്ലേ എലിക്കുട്ടിയമ്മേ? അല്ലേ എലിക്കുട്ടിയമ്മേടേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറയുക. എനിക്കൊന്നും തിരിഞ്ഞു കിട്ടിയില്ല. ഒന്നും തിരിയുന്നില്ല അല്ലേ? ഉറക്കം വരുമ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലായി. അതെ, അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോ. ഒന്ന് രാവിലെ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ നടന്നില്ലേ?
ഇത് ഒന്ന് പതുക്കെ മയങ്ങി. അത്രേ ഉള്ളൂ. ഈ കിടക്ക് ഇപ്പൊ ഞാൻ വന്ന് കിടന്നില്ലേ, ഇനിയിപ്പോ അമ്മ കിടക്കാൻ പോവാ. എല്ലാവർക്കും ഒന്നും ഉറങ്ങാനുള്ള അമ്മ എന്നെ ഇങ്ങനെ ഉറക്കി ഉറക്കി പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പോവും കേട്ടോ അമ്മ, ഞാൻ അടുത്ത ജോലിക്ക് പ്രവേശിക്കാൻ പോവാ. അടുത്ത ജോലിയിലേ പ്രവേശിക്കാൻ പോവാ. ജോലിക്കോ? ആ അല്ല മിനിഞ്ഞാന്ന വൈകിട്ട് മുഴുവൻ കൂടി നടന്നിട്ട് അതെ, ഇന്നലെ ഭയങ്കര ഉറക്കായിരുന്നു. ജോലിയാ? ആടുവളത്തല് ആടുവളത്തല്. അതാണ്. അല്ലാതെ പിന്നെ എനിക്ക് വേറെ വല്ല ജോലിയുണ്ടോ അമ്മേ? ഞാനോട്ടോളം നേഴ്സിങ്ങിന് പോകും. അയ്യോ, ഈ പൊങ്ങി ഇത്രയും പ്രായമായിട്ട് ഞാനെന്തിനാ, എന്റെ മകള് നേഴ്സാകട്ടെ, ഞാൻ ഇനി നേഴ്സിങ്ങിന് പോകാൻ. അപ്പൊ ഞാൻ ഹോം നേഴ്സാ. എത്ര വയസ്സാണ്? എനിക്കോ 46 വയസ്സുണ്ട്. ഇനിയിപ്പം പോകാൻ പറ്റുമോ? ഇപ്പൊ ഹോം നേഴ്സാ. ഹോം നേഴ്സാ. ഹോം നേഴ്സിന്റെ പണിക്ക് പോകാൻ പറ്റും, ഉറപ്പാ. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഹോം നേഴ്സിന്റെ പണിക്ക് പോവാം. എല്ലാം അറിയാം എങ്ങനെയാ ചെയ്യണ്ടേന്ന്. നേഴ്സ് പണി പറ്റിയല്ലേ ഉള്ളൂ കേട്ടാ. ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും അറിയത്തില്ലമ്മേ, ബാക്കിയുള്ള ഹോം നേഴ്സിന്റെ പണിയൊക്കെ അറിയാം. ഇപ്പൊ ഹോം നേഴ്സായിട്ടും നേഴ്സാ പോകാൻ പറ്റിയില്ല. അമ്മയ്ക്ക് നേഴ്സുമാരെയാണല്ലോ താല്പര്യം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങിപ്പോയെന്നാണ് അല്ലേ? പോയി കിടക്ക്. ഒന്നും വൈകാനുള്ള സമയമേ ഉള്ളൂ. ചുമ്മാ ക്ഷീണം ഉറക്കം. ഒന്നും മയങ്ങാനുള്ള സമയമൊന്നുമല്ല, നേരം വെളുത്ത് 10-11 മണി ആയതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഉറങ്ങാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഉറങ്ങട്ടെ. വർത്താനം പറഞ്ഞ ഉറക്കം ശരിയാ. വന്നാതെ എന്തെങ്കിലും ഒച്ച കേട്ടാ അമ്മയും ചാടിയേക്കും. ആ സ്വഭാവം തന്നെ ഇരിക്കും. എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാ ചാടിയേക്കും. ഉറങ്ങിയില്ലേ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? വൈകിട്ടായില്ലല്ലോ. പിന്നെ എന്നാ ക്ഷീണമായ ഒരു സാധനത്തെ തൊടാൻ പറ്റിയ കാരണം ഒരു ഭയങ്കര മയക്കാൻ പോലെ. വൈകിട്ടാകാൻ ഇനി സമയം കിടക്കുമല്ലേ. ഉറങ്ങിക്കോ, ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. അപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ വർത്താനം തുടങ്ങും. അതാ കുഴപ്പം. അടച്ചു വെച്ച് കിടന്നോളെ. ഇത് ലൈറ്റാ അല്ല, ജോമോന്റെ കയ്യിലിരിക്കുന്നല്ലേ അമ്മേ? അതാ അടച്ചു വെച്ച് കിടക്കാൻ പറഞ്ഞത്. എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ജോമോളെ എണീറ്റ് പോകുന്ന കൂടെ തന്നെ എലിക്കുട്ടമ്മ എണീറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ. അല്ല കൊച്ചല്ലേ എന്ന് വെച്ചെന്ന് അല്ലേ എലിക്കുട്ടിയമ്മ? എലിക്കുട്ടിയമ്മ എന്റെ കൊച്ചല്ലേ? കണ്ടോ, എന്റെ കൊച്ചാന്ന് എലിക്കുട്ടിയമ്മ. എന്നിട്ടാണ് എന്നെ കുറിച്ച് അമ്മ എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് അല്ലേ എലിക്കുട്ടിയമ്മ? അല്ല, എന്നെ കുറിച്ച് എല്ലാവരും മോശമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ കൊച്ചിനെ പോലെയല്ലേ വെച്ചിരിക്കുന്നത്. ഞാൻ എന്റെ കൊച്ചിനെ പോലെയല്ലേ എലിക്കുട്ടിയമ്മേനെ വെച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ വെച്ചേക്കുന്നത്. കൊച്ചല്ലേ? ഒരു പ്രായം കഴിയുമ്പോ പിന്നെ അങ്ങനെയാ കൊച്ചാ. കാരണവന്മാരെ മക്കള് ചെറുപ്പത്തിൽ കാരണവന്മാരെ മക്കളെ വളർത്തിയ പോലെയാ നോക്കണം. അങ്ങനെയാ ഞാൻ അമ്മേനെ നോക്കുന്നത്. രക്ഷിക്കുകയും ചെയ്യണം, കൊടുക്കുകയും ചെയ്യണം, എവിടെ കൊണ്ടെങ്കിലും ആവശ്യമുണ്ടെ കൊണ്ടുപോവുകയും ചെയ്യണം, എല്ലാം ചെയ്യണം. ഈശോങ്ങ് വിളിക്കുന്നവരിക്കും. അത് കാരണവന്മാർക്ക് കാരണവന്മാരെ പ്രത്യേകിച്ച് ഈശോ മക്കൾക്ക് തന്നിരിക്കുന്ന അത് തള്ളിക്കളയാൻ പറ്റിയല്ല. തള്ളിക്കളയരുതെന്ന് പറ എല്ലാരോടും. തള്ളിക്കളയരുതെന്ന് പറ. അവരുടെ പ്രാർത്ഥന കൊണ്ടോ അവരുടെ അപേക്ഷ കൊണ്ടും വേണം പ്രായം ചെന്ന് കഴിയുമ്പം നമ്മൾ ജീവിക്കാൻ. അവർ പോയി കഴിയുമ്പോൾ അവിടെ പോയി ഈശോയോട് പ്രാർത്ഥിച്ച് അങ്ങനെ രക്ഷപ്പെടണേ. അമ്മ പറഞ്ഞു മനസ്സിലായി. കാരണന്മാര് മോളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി, മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴുള്ളതാണ് എനർജിയായി. ഇപ്പൊ ഈ നിയമങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അതൊന്നും ഇല്ലായിരുന്നു. കാരണവന്മാരെ നോക്കണം എന്നൊക്കെ അല്ലേ? ഇപ്പൊ കാരണവന്മാരെ നോക്കണം. അതിന് കാരണവന്മാരെ നോക്കുന്നില്ല എന്നുള്ള ഇത് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പിടിക്കും. കാരണവന്മാരും അതെ, മക്കളും അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പഴയ ഒരു ഇതായിട്ട് തള്ളുവല്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു വിലയില്ല. മക്കൾക്ക് കാരണവന്മാർക്കും മക്കൾക്ക് കാരണവന്മാരെ ഇല്ല. ഒരു കരിയാപ്പിലയുടെ വിലയില്ലാതെ അത് പോയിട്ട് ഇപ്പം എന്ത് മാറ്റങ്ങൾ വന്നു. ഇപ്പം അവർ ഏത് തരത്തിലാണ് ഇപ്പം കാരണവന്മാരെ നോക്കണമെന്ന് പറയാൻ പറ്റി.
അമ്മ എല്ലാരോടും ഒന്ന് പറഞ്ഞു എന്നെ ചുമ്മാ ഇങ്ങനെ കുറ്റമൊന്നും പറയരുതെന്ന് പറയാം. എല്ലാരും ഒന്നും പറയല്ല, കുറച്ച് പേര് ആരാണ്ട് 1, 2, 3, 4 പേരൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ പറയരുതെന്ന് പറ. അമ്മയുടെ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്റെ കൊച്ചായിട്ട് എലിക്കുട്ടീനെ കണ്ടിരിക്കുന്നത്. നീ പറയിപ്പിച്ചാണ്. ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, അമ്മയോട് മോശമായിട്ട് പറയുന്നുണ്ട്, അത് ചെയ്യുന്നില്ല, അത് എന്തൊക്കെയോ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാമല്ലോ. അമ്മ അങ്ങോട്ട് ഇത് പറഞ്ഞേ, അവളെ കുറ്റമൊന്നും പറയണ്ടെന്ന്. പുസ്തകങ്ങളിൽ ഇവിടെ പഴയ കൃഷി പുസ്തകങ്ങളിൽ എല്ലാ ചരിത്രങ്ങളും ഉണ്ട്. ഉണ്ട്. അതൊന്നും വായിക്കാത്തവരായിരിക്കും ഈ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കണ്ടേതും എല്ലാവരും ഒരുപോലെ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കേണ്ടത്. അപ്പം ജാതി മതം കൂടാതെ എല്ലാവരും മനുഷ്യരാണ്. അത് ഈശോയ്ക്ക് അറിയാം. ഈശോ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാവരെയും കുറവുകളും ഒക്കെ ഉണ്ട് അല്ലേ, മനുഷ്യരല്ലേ അല്ലേ? കുറ്റങ്ങളും കുറവുകളൊക്കെ ഇല്ലേ മനുഷ്യർക്ക്? എന്തെങ്കിലും വന്നു പറയാം. ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മൾ പറ്റാവുന്ന പോലെയൊക്കെ ചെയ്യണം. ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേറൊന്നുമില്ല. ചെയ്ത നന്മകൾ മാത്രം അല്ലേ? ചെയ്ത നന്മകളും നന്മകളും ഈ ലോകത്തിൽ ചെയ്യുന്ന സംഭാവനകൾ മാത്രമേ ഉള്ളൂ നമുക്കുള്ളൂ. ഈ ലോകത്ത് എന്തോരം മുതലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നത്തെ തലമുറയായി വരുമ്പം ഒന്നുകൊണ്ടും കാര്യമില്ല. തലമുറ മക്കളും ആയി വരുമ്പം കാരണവന്മാർക്ക് പ്രായമായി അവർക്ക് മാറ്റങ്ങൾ വരുമ്പം അവരെ കരിയാപ്പിലയുടെ വിലയില്ലാതെ പുറം തള്ളണം. കാരണവന്മാരെ എന്താണെന്ന് പോലും അവർക്കറിയില്ല. പഴയ കാരണവന്മാര് ഒത്തിരി ജീവിതം കാരണവന്മാർക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചു. ഇന്ന് അങ്ങനെയൊന്നും പറ്റിയല്ലേ, ജീവിക്കണ്ടേ? അന്ന് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടായിരുന്നു നാട്ടിൽ. സന്താനങ്ങളും കുറെയെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഈ മഴയും മൂടലും ഉണ്ട്. മഴയും പെയ്യാൻ ചിലപ്പോൾ. അയ്യോ, കടന്നു വന്നതേ ഉള്ള എലിക്കുട്ടി. ഇങ്ങനെ കടന്നു പോ, ഞാൻ വല്ല രോഗിയായി പോവും. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയാലേ ഞാൻ വല്ല രോഗിയായി പോകുന്നു. രോഗിയോ? അതെങ്ങനെയാ? ഈ എപ്പോഴെപ്പോഴും കിടന്ന രോഗം വരികയല്ലേ? എല്ലാ സമയത്തും ജോലി ചെയ്യേണ്ട സമയത്തും ശുശ്രൂഷ ആർക്കെങ്കിലും ചെയ്യേണ്ട സമയത്തും ഒക്കെ ചെയ്യുമല്ലോ. അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മള് കിടന്നില്ലേ കുറെ നേരം. ഇനി പറ്റത്തില്ല. ഇനി വൈകിട്ട് കിടക്കാം. ഞാൻ വൈകിട്ടേ കിടക്കുന്നുള്ളു. അമ്മ പോയി കിടന്നു. അമ്മയ്ക്ക് ക്ഷീണാണെങ്കിൽ പോയി കിടന്നു. വൈകിട്ടാ കിടക്കണം. പകലല്ലാതെ മറ്റുള്ളവർക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തല്ലോ മോനെ. പഴയ തലമുറകൾ ഒന്നും തന്നെ ഇപ്പം പകൽ കിടപ്പില്ല. അവർക്ക് എത്ര മേലെങ്കിലും അമ്മ കിടക്കിയല്ലായിരുന്നു, അതെനിക്കറിയാം. പകല് കിടക്കാൻ പറ്റുമോ? പണി ഇഷ്ടം പോലെയല്ലേ അല്ലേ? പറമ്പ് പണി കഴിഞ്ഞ് കിടക്കാൻ നേരം ഉണ്ടോ? ഇപ്പോൾ ഉള്ളവർക്കല്ലേ സൗകര്യമുള്ളത് അല്ലേ? ഇപ്പോൾ ഉള്ളവർക്കല്ലേ കിടക്കാൻ സൗകര്യമുള്ളതേ. പണ്ടൊക്കെ കിടക്കാൻ സമയമുണ്ടോ? പണ്ടുള്ളവർക്ക് കിടക്കാൻ സമയമില്ലല്ലോ എന്നാ പറഞ്ഞേ. പണിയില്ലേ ഇഷ്ടം പോലെ. മറ്റുള്ളവർക്ക് സമയമുണ്ടല്ലോ. അമ്മയ്ക്ക് സമയമുണ്ടെന്ന് കിടക്കാൻ. പറയത്തൊക്കെ പണിയൊന്നും സമയത്ത് എല്ലാം ഉള്ള അവര് പണിയൊക്കെ തീർത്തിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ എളുപ്പം കിടക്കട്ടെ. അത് വീട്ടിലുള്ളവരിക്കുന്നവരല്ലേ. പറമ്പിൽ പണിയുന്നവർക്ക് സമയമുണ്ടോ? അവനവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കാരണവന്മാർ ചെയ്യുന്നതെല്ലാം ഒരു പുണ്യപ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ മക്കൾക്ക് ഫലവും കിട്ടണം, കുടുംബത്തിനും. അങ്ങനെയല്ലേ മക്കളെ രക്ഷപ്പെട്ട് പോകുന്നേ? ഇല്ല, എല്ലാത്തിനും പുറംകള്ളിയായിട്ട് തള്ളിക്കളയല്ല. ആർക്കും വേണ്ടാത്ത ഇലയുടെ കരിയാപ്പിലയുടെ വിലയില്ലാതെ. ശരി, അമ്മ കരിയാപ്പിലെല്ലാം തുപ്പിയിടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞോട്ടോ. അതുകൊണ്ടാണോ കരിയാപ്പിലെല്ലാം തുപ്പിയിടുന്നത്? ഞാൻ തമാശ പറഞ്ഞോ, കാര്യമായിട്ട് ആരും എടുത്തേക്കരുത്. ഇനിയിപ്പോ എന്നാ പരിപാടി? ഇനി കിടക്കാം. ഇനി കിടക്കാൻ പോണോ? ഇപ്പൊ ഏറ്റവും വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എണീറ്റ് വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എണീറ്റ് വന്നതല്ലേ ഉള്ളൂ. കിടന്നിടത്തുന്നേ
കട്ടിലെന്ന് ഇപ്പം കയറ്റമൊന്നുമില്ല. പോകാന്നെങ്കിൽ വഴി കൂടി ഇച്ചിരി നടക്കാൻ പോവാ, ഉറക്കാക്ഷീണൊക്കെ അങ്ങ് പോകും. മുറ്റത്തെ കൂടെ ഇച്ചിരി നടക്കും. ഇത്ര നാളായി നടന്നാലോ? ഇവിടെ എത്ര മണിയായപ്പോഴാണ് കടന്നു? നമ്മളൊരു 11 മണിയായപ്പോ കിടന്നു. എത്ര? 11 മണി. ആ, അടുക്കളയിലെ പണിയെല്ലാം തീരുകയും ചെയ്തു. ഞാൻ പോയി ഒന്ന് കിടക്കുകയും ചെയ്തു. അമ്മ കിടന്ന കൂടെ ഞാനും പോയി കിടന്നു. ഞാൻ അത്ര നേരം കിടന്നോണ്ടാണ് അമ്മ എത്ര നേരം കിടന്നു. ഞാൻ ഏറ്റു പോകുന്നു, പുറകെ ഏറ്റു പോകുന്നു. ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ പുറകെ വരും. കിടക്കണം എന്നൊക്കെ ഉണ്ട്. എന്റെ മുറി ഏതാ, ഞാൻ എവിടെയാ കിടക്കണത്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ചുമ്മാ ചോദിക്കുന്നതാ. മുറ്റത്തെ കൂടെ ഇറങ്ങി നടക്കേ. കിടക്കാൻ നോക്കും. അയ്യോ, ഞാൻ രോമനെ വിളിച്ചുകൊണ്ട് നോക്കും. ഇതിനെ വിളിക്ക്, അതിനെ വിളിക്ക്. ഞാൻ ഇത്ര നേരം ഉറങ്ങിയില്ലേ, ഇനി ഉറങ്ങാൻ പേടിയാമേ, വല്ലതും വരുമേ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഉറങ്ങട്ടെ. അമ്മ എന്നെ ഇപ്പൊ ഉറക്കാൻ വേണ്ടി തന്നെ കൊണ്ടുപോകുന്നു. എന്നോട് ഉറങ്ങിക്കോളാൻ. അമ്മ കിടന്ന് ഉറങ്ങിയില്ലല്ലോ. അമ്മ ഇച്ചിരി മീറ്റിംഗ് വരില്ലേ, ഇറങ്ങി നടക്കൂലേ. പിന്നെ ജോമനെ വിളിച്ചമ്മ ഉറങ്ങാൻ, അതിനെ കൊണ്ട് ഉറക്കാം. അതിന് ഉറക്കക്കുറവാ അമ്മേ. ജോമോനെ വിളിച്ചോണ്ടേ ഉറക്കം കുറച്ചു നേരം. അതിന് ഉറക്കക്കുറവാ, രാത്രിയിലൊക്കെ ഉറക്കക്കുറവാ. ഉറക്കക്കുറവോ? ആ, പകല് കുറച്ചു നേരം കിടത്തി ഉറക്കാം അമ്മ. ആ പ്രായത്തിനനുസരിച്ചുള്ള മാറ്റം വന്നു. പ്രായത്തിന് 50 വയസ്സ് വരെ ഉറക്കമുള്ളെന്നാണ് അമ്മ പറയുന്നേ. 50 വയസ്സ് കഴിഞ്ഞ് ഉറക്കം കുറയൂന്നാണ് അമ്മേ. കാരണവന്മാർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കക്കുറവാ, ഉറക്കമില്ല. ടെൻഷനായിട്ടാമേ. ടെൻഷൻ. മക്കളെ കുറിച്ചുള്ള വിചാരം, അതെ, അവനവനെ കുറിച്ചുള്ള വിചാരം, ഇതെല്ലാം തലക്ക് പിടിച്ചിട്ടാ ഉറങ്ങാത്തത്. പിന്നെ എങ്ങനെ ജീവിതം എങ്ങനെ ജീവിതം എങ്ങോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. പിന്നെ പ്രായമാകുമ്പോൾ അസുഖങ്ങളൊക്കെ ആക്കി ഉണ്ടാവില്ലോന്നേ, അതൊക്കെ ഉണ്ട്. അത് കാരണം അവർ രക്ഷപ്പെടും. മറ്റു വിശ്വാസമൊന്നുമില്ല. നേരം വെളുക്കാറായോ? ദേ ഉച്ചയായി. അയ്യോ, സമയം ഉച്ചയല്ലേ? അത് അതുകൊണ്ടല്ലേ ഉച്ചയല്ലേ? ഇച്ചിരി കഴിയുമ്പോ ചോറുണ്ടാ. എനിക്ക് കിടക്കാം. നല്ല വെയിലാ. ഉച്ച കഴിയുമ്പോ ചോറുണ്ടേ ഇച്ചിരി കഴിയുമ്പോ. ചോറോ? ആ, ഓ, ആരാ ചോറിടാൻ പോണം? എന്നാ കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? അത് കുറച്ച് കഴിഞ്ഞിട്ടല്ല. ആ, എന്നാ അതുവരെ ഇവിടെ ഇരിക്കും. അല്ല, നമുക്ക് മുറ്റത്തെ കൂടെ ഇറങ്ങി നടക്കാം. മുറ്റത്തൂടെ ഇറങ്ങി നടക്കണോന്ന് ജോമൻ കൈ പിടിക്കുന്നു. കൈ പിടിക്കുന്നുണ്ട്, അമ്മ എന്നെ നടന്നോളൂ. ഇടയ്ക്ക് ചാടി ഇറങ്ങി പോകുന്നില്ല. ഞാൻ പശു ഇല്ലാതെ ഒന്നുകൂടി കിടക്കാൻ പോവാം. ഞാൻ കിടക്കാൻ പോവാം. അമ്മ പോയി കിടന്നു. ഞാൻ കിടക്കണില്ല, ഞാൻ കുറച്ച് കിടന്നു. ഇനി മതി. ഇനി അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല കുട്ടി. നെയ്യാൻ പോവാം. ഞാനോ? ഇച്ചിരി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്നാ പണിയാണ് ഈ പാചകക്കാരായിട്ട്? ഉച്ച സമയം വെയിൽ കണ്ടില്ലേ? വെയിൽ കണ്ട കഥകൾ തുറന്ന് കാണിക്കേ. അമ്മയ്ക്ക് കണ്ണ് സെൻസ് ചെയ്യുന്നത് ബ്രെയിൻ സെൻസ് ചെയ്യുന്നില്ല, അതാണ് കുഴപ്പം. ഉണ്ടോ? നല്ല വെയിലല്ലേ? വെയിലല്ലേ? അമ്മമാരൊക്കെ പ്രായം ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ചെയ്യണം, പണിയാ. അപ്പൊ കിടക്കാമെന്ന് അമ്മ പറയണേ. ഇപ്പം വന്ന് കിടക്കാനാവും. പിന്നെ അവർക്ക് ഒരു സമയത്ത് പോലും വിശ്രമം ഇല്ല. ശരിയാ. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം അതുകൊണ്ട് ഇപ്പൊ എന്നോട് ഉറങ്ങിക്കോളാനാ പറഞ്ഞത്. കിടക്കണ സമയമാകുമ്പം ചെയ്യാനുണ്ട്, അതുകൊണ്ട് അല്ലേ? അവരെ ഈശോ വിളിക്കുന്നവനിക്കും നമ്മളെ വളർത്തിയവരെ നമ്മളും അവരെ നോക്കണം. കുഞ്ഞു പിള്ളേരെ എങ്ങനെ ആയിരുന്നോ അതുപോലെയാണ് പ്രായമാകുമ്പോൾ, അല്ലേ? ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് പ്രായമാകുമ്പോഴും. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു പ്രായമാകുമ്പോഴേ. ജനിച്ച ഒരാളേ പ്രായമാകുമ്പോഴത്തേനേ കുഞ്ഞു പിള്ളേരെ പോലെ തന്നെ ആവുമെന്നാണ് പറഞ്ഞത്. ചെറുപ്പം മുതലൊന്നുമില്ല, പ്രായമാകുമ്പോഴും മക്കളെ നോക്കുകയൊക്കെ ചെയ്യും കാരണവന്മാർ. മക്കളെ വളർത്തുന്നത് വലിയ അവരാ. ഇപ്പൊ എല്ലാവരും എല്ലാ കാരണവന്മാർക്കും അതാ പരിപാടി. അവർക്ക് പ്രായം ഉണ്ടെങ്കിലും അവര് മക്കളെ വലിയ കാര്യ. എലിക്കുട്ടിയമ്മയുടെ ഇല്ല അനീത്തി. എലിക്കുട്ടിയമ്മയുടെ അനീത്തി ആരാ ഉള്ളേ? അനീത്തിയോ? ആ, ഒരു അനീത്തി ഇല്ലേ? എന്നാ ആണ്ട അത് വിളിക്കുന്നു. സംസാരിക്കണോ? സംസാരിക്കണോ? എനിക്ക് അനീത്തിമാര് 3 പേരുണ്ട്. ആഹാ, അതൊക്കെ അറിയാമല്ലോ. അനീത്തിമാര് 3 2 ഉള്ളൂ. 2 ഇപ്പോഴോ? ഒരാളേ ഉള്ളു. ആരാ ഇപ്പൊ ഉള്ളതൊന്ന് പറഞ്ഞേ. ഞാനാ മറന്നുപോയി അവരുടെ പേരൊക്കെ. ഒരാളുണ്ടല്ലോ, അതിന്റെ പേര് ഓർക്കണില്ലേ? അതിരമ്പുഴയിലുള്ളേ. ഒക്കെ ഞാൻ മറന്നുപോയി. അവരുമായിട്ട് ഇപ്പം കൂടുതലായിട്ട് അടുപ്പമില്ല,
കാഴ്ച ആ അടുപ്പം കാഴ്ചയൊന്നും ഇല്ല കുഞ്ഞമ്മ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, കേട്ടോ. ഇവിടെ വന്ന് 2 ദിവസം നിൽക്കേ. ആ ഒരു ദിവസം വരുന്നുണ്ടെന്ന് കേട്ടോ. പെണ്ണമ്മ ഇങ്ങോട്ട് വരുമോ? ആ ഇങ്ങോട്ട് വരാന്ന്, ഒരു ദിവസം വരാന്ന്. സുഖാണോന്ന് ചോദിച്ചോ? സുഖാണോന്ന് ചോദിച്ചോ? ജയിച്ചോ? ചോയ്ക്ക്, സുഖാണി? സുഖാണോന്ന് ചോദിക്കാൻ അനിയത്തിയോട്. മഴയാ, ഇവിടെ മഴയാണ്. അതിരുമ്പഴേ മഴയാണ്. ഇവിടെ വെയില്, അമ്മയ്ക്ക് രാത്രി. അമ്മയ്ക്ക് രാത്രി. അതിരമ്പഴയിലേ മഴയാണ്. മഴയോ? ആ എവിടെ? അതിരമ്പഴയില്. എവിടെയാ? അതിരമ്പുഴ മഴയാണ്. ആ മഴ പെയ്യട്ടെ. ഇവിടെ വെയില്, മഴ എപ്പോഴും ആവശ്യം. അമ്മയ്ക്ക് രാത്രി. മനുഷ്യർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ. എവിടെ കിടക്കണേ? കിടക്കാം. ഞാൻ കിടക്കണില്ല, അമ്മ കിടന്നു. നീ കിടക്കണം. ഞാൻ ഇപ്പൊ കടന്നു ഏറ്റു വന്നാലും എന്നെ ഇങ്ങനെ കടത്താതെ. ഓ ഇനി എത്ര നേരം കുത്തിയിരിക്കണേ ചുമ്മാ? സമയം പോണ്ട, എന്തെങ്കിലും പണി വേണ്ട, അതുകൊണ്ട് അമ്മ കിടക്കാന്ന് പറയുന്നു. എനിക്ക് ഇച്ചിരി പണിയൊക്കെ ഉണ്ടമ്മേ. ഇവിടെ എവിടെ കിടക്കാനാ? ഞാൻ മുറി കിടക്കണ്ടേ? നോക്കിക്കേ, അമ്മ കിടക്കണ മുറി അമ്മയുടെ കട്ടിലൊക്കെ അല്ലേ, നോക്കിക്കേ. കിടക്കാൻ പോവാ. ആ കിടന്നോ. ആന്നല്ല വൈകാതെ നേരം ഉണ്ടല്ലോ. ഒരോർക്കത്തിനുള്ള സമയമുണ്ട് ഇനി. വേലിക്കുട്ടിയമ്മ പൂച്ചമയക്കമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ കഞ്ഞി കുടിക്കാൻ സമയമായി. പൂച്ചമയക്കം അല്ലേ? കഞ്ഞി കുടിക്കാൻ വാ. കഞ്ഞിയോ? പൂച്ചമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കഞ്ഞി കുടിക്കാൻ സമയമായി. തോരനാണേ ഇന്ന്, പക്ഷെ കഴിപ്പില്ല. ആണോ? ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. നല്ല പുളിശ്ശേരി ഉണ്ട്. വാ കഞ്ഞി കുടിച്ചിട്ട് കിടന്നോ. കഞ്ഞി കുടിച്ചിട്ടേ കിടന്നോ, ഞാനും വരുവാ. കഴിക്ക് ഇന്നലെ കുട്ടിയമ്മ കഴിക്ക്. ആ ശരിയാന്ന്, ആരും വരാനില്ല. ഇപ്പൊ എന്നാ ചെയ്യണേ? എല്ലാവരോടൊക്കെ വരാൻ പറ കുട്ടിയമ്മ. എല്ലാവരോടൊക്കെ വരാൻ പറ. ആരോടെങ്കിലൊക്കെ വരാൻ പറ. ആ അമ്മ വരാൻ. ആരെങ്കിലും കാണണ്ട വരാം പറയണമെങ്കിൽ അല്ലേ? അതിമ്മ വെള്ളരിക്ക തിന്നാനാ. ഇവിടെ കിടന്നോണ്ടിരുന്നവരെയൊന്നും കാണാനില്ല. അതാണ് വരുന്നില്ലെന്ന് പറഞ്ഞു. അതിന് അവധിയൊന്നുമില്ല. അതിന് അവധിയൊന്നും കിട്ടാനില്ല. അപ്പം ഭയങ്കര പഠിത്തത്തിലോട്ട് പോയി. നേഴ്സല്ലേ, നേഴ്സിംഗ് പഠിക്കുമല്ലേ? ക്ലാവ് കിടന്ന് കരയുന്നുണ്ട്. അവിടെ തിന്ന് തീർന്നു കാണും, അതായിരിക്കും. അവിടുത്തെ പുല്ലേ തീർന്നു കാണും. അതുതന്നെ ചുറ്റിയൊന്നും അറിയത്തില്ല, അവിടെ കറപ്പള്ള നിൽക്കുന്നുണ്ട്. അല്ല അത് കഴിക്കേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടിയല്ല, അമ്മയൊന്നും തിന്നിയല്ല. പോയി കഞ്ഞി കുടിച്ചോ, ഞാൻ മോളെ പോയി നോക്കിയിട്ട് വരട്ടെ. പാവയ്ക്കാക്കറി കൂട്ടിയിട്ട് കയ്പുണ്ടോ? ചെറിയ കയ്പുള്ളൂ, വലിയ കയ്പൊന്നുമില്ല. പാവയ്ക്കാക്കറി കൂട്ടിയിട്ട് കയ്പുണ്ടോന്ന്? കയ്പുണ്ടായിരുന്നു. കയ്പ് കറിക്കേ, കറിക്കേ കയ്പുണ്ടോന്ന് ചോദിച്ചേ. കയ്പുണ്ടോ? ഉണ്ടോ?
അപ്പം മധുരം ചെറിയ കയ്പേ ഉള്ളൂ, ഒരു കയ്പെന്ന് പറയാൻ മാത്രമേ പാവയ്ക്കല്ലേ അല്ലേ, എന്താ ഒരു രുചിയില്ലെന്ന് അത് പറയാം. ഇതിന് നല്ല കഴിപ്പാ ഇതിന്. അയ്യോ ജോമലൊന്നും തിന്ന് നോക്കി നോക്കി. ഇല്ല ചുമ്മാ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പം മധുരവും കയ്പും സെൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് കഴിച്ചോ, പാവയ്ക്ക നമ്മൾ സ്ഥിരം കഴിച്ചു എന്നെ പണ്ട് ഉപദേശിക്കുമായിരുന്നു വന്ന കാലത്ത്, ഞാൻ ഇതൊന്നും കഴിക്കാൻ. വെള്ളമൊക്കെ പിഞ്ഞ് കളയാഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ അമ്മേനെ ഞാൻ ഉപദേശിക്കുക, ഉപ്പൊക്കെ ചേർത്ത് വെള്ളം പൂ ചേർത്ത് പിഴിഞ്ഞ് കളയാഞ്ഞിട്ടാണ്. ആവശ്യമില്ലെന്നേ. ഇത് കഴിച്ചുപോലെയല്ല എന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞ, ഈ പാവയ്ക്ക കൈപ്പുണ്ടെന്നൊന്നും തിന്ന് നോക്ക്. അമ്മ മുഴുവൻ പണ്ട് പാവയ്ക്ക കറി ഇല്ലായിരുന്നു, അതുകൊണ്ട് അമ്മയുടെ ഓർമ്മയിലുള്ള അല്ലേ എന്ത് പാവയ്ക്ക കറി വെച്ചിട്ടുള്ള. പാവകൃഷി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക എനിക്ക് പാവയ്ക്ക ഇഷ്ടമില്ലാത്തതല്ല. പാവയ്ക്ക തീയൽ പാവയ്ക്കൊക്കെ അമ്മ കയ്പുണ്ടാവും. അവിടെ ഇതുപോലെ ഒരാളാ ഓരോന്നും കാണിക്കും. കഴുകുന്നില്ലേ? ടി വിയുടെ പൊടി ടി വി കൊണ്ട് അവിടെ കൊണ്ടോണ്ടിരിക്കും, ഇത് കാണുന്നില്ലെന്ന് പറയും. കൊല്ലത്തൊന്ന് കടന്നാൽ മതി എൻ്റെ ദൈവമേ. ഇതുങ്ങളെ കൊണ്ട് മടുത്ത്. എന്നാ പറ്റിയേ? രാത്രി പ്രത്യേകിച്ചുണ്ട് മനുഷ്യന് വിശ്രമത്തിൻ്റെ സമയം. ഇത് രാത്രിയാന്നേ. ഇനി കുടിച്ച് കിടക്കാൻ കഴിഞ്ഞിട്ട് പോയിട്ട് കിടക്കാൻ പറ്റുന്നില്ലെന്ന് ഒരു വിധത്തിൽ. കൊണ്ടേക്കാവും. വീട്ടിലോ? ഏത് വീട്ടില്? എൻ്റെ വീട്ടോട്. അയ്യോ അമ്മയുടെ വീട് ഇതല്ലേ? എലിക്കുട്ടിയുടെ വീട് ഇതാ. ഇതല്ല, പിന്നെ ഏതാ? നമ്മുടെ വീടുണ്ട്. നമ്മുടെ വീട് ഇതാമേ. ഉതിരക്കെട്ടയിലെ വീടല്ലേ? ഞാറുകുളം ഉതിരക്കെട്ടയിലെ വീടല്ലേ? ഞാറുകുളം ഉതിരക്കെട്ടയല്ലേ? ആ അതിതാ. ഇതാണ്. ആ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാ ആൾക്കാരൊക്കെ മാറിപ്പോയോ? സ്ഥലത്തിൻ്റെ പേര് മാറിയ ശ്രീവാപുരം. അതായത് നമ്മുടെ സ്ഥലം ഇതല്ലേ, നമ്മുടെ വീട് ഇതാ. ഒരു സ്വൈര്യവും ഇല്ലെന്ന് എന്നോട് വന്ന് പറയുക. അവിടെ കിടക്കാൻ ചെന്നിട്ട് ഒരു സ്വൈര്യവും ഇല്ലെന്ന്. അവിടെ സ്വൈര്യക്കേട് വരാൻ അവിടെ ആരും ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെയാന്ന് വിചാരിക്കാം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എനിക്ക് പോണെന്ന്. എന്തോ ഇല്ലാത്ത അതിനാമേ ഞാൻ കൂട്ടുകിടക്കാൻ ചെല്ലാനായി പറയുന്നത്. ആ എല്ലാവരും എവിടെ പോയി? എല്ലാവരും എവിടെ പോയി? എല്ലാവരും എവിടെ പോയെന്നതിന്? കിടക്കാനോ? ആ കിടക്കാനുള്ളവർ എവിടെ പോയെന്ന്? അമ്മയ്ക്ക് ആരെങ്കിലും കൂട്ട് വേണോ കിടക്കാൻ? കൂട്ട് കിട്ടണോ? കൂട്ട് വേണോ? കൂട്ടിനല്ലല്ലോ, പിന്നെ എന്തായാലും കിടക്കുന്ന സ്ഥലവും മനുഷ്യരും നല്ലതായിട്ട്. ഇപ്പൊ നല്ലതല്ല, ഇപ്പം മോശം സ്ഥലത്താണ് കിടക്കണം അല്ലേ? മോശം സ്ഥലത്ത് ചീത്ത ആൾക്കാരുടെ കൂടെയാണ് കിടക്കുന്നത്. നല്ല ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അമ്മേ. നല്ല ആൾക്കാരെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എല്ലാം അതെല്ലാം പോയി അടച്ചല്ലേ? എല്ലാം അടച്ച് പൂട്ടി. ആൾക്കാരൊക്കെ വേറെ ഉണ്ടല്ലേ? എന്നാ അവരുടെ കൂടെ പോകാം. അവരുടെ അടുത്ത് കൊണ്ടേ ആക്കട്ടെ. അവരുടെ അടുത്ത് കൊണ്ടേ ആക്കട്ടെ. വേണ്ട, അതിനാ ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഒരു കൊല്ലം കുറച്ചിലുണ്ടാക്കി അതായി. അവിടെ ചെന്ന് അവർ കുഴപ്പമുണ്ടാക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് കുഴച്ചിലുണ്ടായി പിന്നെ അത് കാര്യം ഇതായില്ലേന്ന്. ഇത് റിസ്ക്, അമ്മ തിന്നുന്ന റിസ്ക്. അല്ല അതിൻ്റെ ഇത് നെറ്റിയെ തൂക്കുന്ന തലവേദനയ്ക്ക് തൂക്കുന്ന മരുന്ന്. അവിടെ ചെന്നാൽ കുഴച്ചിലുണ്ടാവുന്നു അല്ലേ? രണ്ടും പറയും. ഇവിടെ തന്നെ നിന്നാ മതി. അപ്പം കുഴച്ചിലുണ്ടാകുന്നിടത്തോടൊന്നും പോകണ്ട കേട്ടോ. കുഴയാത്തടത്ത് നിന്നാ മതി. കുഴയാത്തടത്ത് നിന്നാ മതി. കുഴച്ചിലുള്ളിടത്തോട്ടൊന്നും പോകണ്ട. ആ പക്ഷെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തോ ചെയ്ത പോലെയാന്ന് തോന്നുന്നു. എന്താ എലിക്കുട്ടിയമ്മേ? നീ പോയച്ചു നീ കൈ കഴിച്ചുമ്പോ നീ കിടക്കാറായില്ലേ? എന്നെ കിടത്തി ഉറക്കി കൊല്ലുവാ. ഞാനിങ്ങനെ ഉറങ്ങാൻ പോയി എന്നാ ചെയ്യുമേ? അതിനാ പക്ഷെ ഉറക്കേണ്ട സമയത്ത് ഉറങ്ങിയാ പോരെ? ഉറക്കേണ്ട സമയത്ത് ഉറങ്ങിയാ ഇതിന് ഉറക്കക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ ഒന്ന് പിടിച്ചുകൊണ്ടേ കിടത്താൻ. അല്ല ഉറങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കിടന്നാ മതി, ഉറങ്ങണമെന്നില്ലെന്ന്. പക്ഷെ ഞാൻ വന്ന് കിടക്കുമ്പോ ഉറങ്ങുമേ. ഞാനേ ഓരോരുത്തർക്കും ഓരോ സൗകര്യം. ഈ ജോമോനെ കൊണ്ടുവെക്കോ കൂട്ടിനെ? എലിക്കുട്ടിയമ്മേ ഈ ജോമോനെ കൊണ്ടുവെക്കോ കൂട്ടിനെ? ജോമോനെ കൂട്ടിനെ കൊണ്ടേ കിടത്തിക്കോ. കൊണ്ടേ കിടത്തിക്കോളാൻ. അതിന് ഉറക്കക്കുറവാ. അതിന് ഉറക്കക്കുറവാന്നേ. അതിനാവശ്യപ്പെടുമ്പോ അങ്ങാണ് ഉറക്കോ. അതാ ഞാൻ പറഞ്ഞ അതിന് ഉറക്കമില്ല. അങ്ങനെയൊന്നും കൊണ്ടാ കെട്ടണം. കട്ടിയാ ശരിയായില്ല. ആണുങ്ങളെ ഒന്നും കൂടെ കിടത്താൻ പറ്റിയില്ലല്ലേ?
എന്നാലും ജോമോനൊന്ന് പോയി കിടന്നോ. അടുത്ത കട്ടിലെ പോലും കിടത്താൻ പോയി പറ്റില്ല കിടന്നോ അല്ലേ? ജോമോനെന്ന്. മകനല്ലേ, ഒന്ന് പോയി കിടന്നോ. അടുത്ത കട്ടിലെ പോലും കിടക്കാൻ സമ്മതിക്കില്ല അമ്മ. ഇതിനൊക്കെ ഒരേ സമയം ഇങ്ങനെ ഇടവിട്ട് ഈ വരവാ കേട്ടോ. ആ പുറത്താണെങ്കിൽ ഞാൻ ഈ മുറിക്കകത്തൂടെ ആളിങ്ങനെ ചുറ്റി നടക്കും, കിടക്കുകയല്ല. ഞാൻ അകത്തിരിക്കുന്ന സമയത്താണ് കിടക്കാനായിട്ട് കയറുന്നത്. അപ്പൊ എന്നെ വന്ന് വിളിക്കും. എപ്പോഴും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ രാവിലെ അമ്മയോടെ പോയി കിടന്ന് ഉറങ്ങിയതാ കുറേ നേരം. നോക്കട്ടെ. ഞാൻ വന്ന് കിടന്നാൽ മതിയോ? ഞാൻ വന്ന് കിടന്നാൽ മതിയോ? ഞാൻ വന്ന് കിടന്നാൽ മതിയോ എന്ന്? ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ കിടന്നാൽ മതിയോ എന്ന്? ഇവിടെ ആണോ? എന്നാ ഞാൻ കിടന്നേക്കാം. ആ പിന്നെ അമ്മ കിടന്ന് ഉരുണ്ട് പറഞ്ഞ് ഏറ്റവും ഓടരുത്. എനിക്കൊന്നും വഴങ്ങണം. അത് കഴിയുമ്പം എൻ്റെ വീട്ടോട്ടും ആടെ. പക്ഷേ ഇതാ വീടെന്ന് പറഞ്ഞില്ലേ നമ്മള്? എലിക്കുട്ടിയമ്മയുടെ വീട് ഇതാന്നേ. ഇതാണ് വീട്. ആ വേറെ വീടില്ല. ഞാറുകൂടെ ഉതിരക്കട്ട വീട് ഇതാ. ആ ഇനി ഏത് വീട്ടിലാ പോണ്ടേ? എലിക്കുട്ടിയുടെ സ്വന്തം വീട് ഇതല്ലേ? എലിക്കുട്ടിയമ്മയുടെ സ്വന്തം വീട് ഇതാ. വേറെ വീടൊന്നും ഇല്ല പോകാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി കേട്ടോ. ഇവിടെ തന്നെ കിടന്നാൽ മതി. ആ ആ എന്നാ ഒന്ന് മയങ്ങിക്കോ. പോണം. എന്നാ കിടന്നോ. അല്ലെങ്കിൽ കാരണന്മാർ വന്ന് കൊണ്ടുപോകും. കാരണന്മാർ വരുമോ ജി? ഇനി കാരണന്മാരൊന്നും വരികയില്ല. കാരണന്മാരൊക്കെ മുകളിലോട്ട് പോയില്ലേ? കർത്താവ് കൊണ്ടുപോയി. കർത്താവ് കൊണ്ടുപോയി. എറണാകുളത്തിനല്ല, കർത്താവ് കൊണ്ടുപോയത്. കർത്താവേ, കർത്താവ് ദൈവം കൊണ്ടുപോയെന്നാ പറഞ്ഞത്. ദൈവം ദൈവം കൊണ്ടുപോയെന്ന്. വിവിനെയല്ല, ദൈവം. വിവിനെ കാരണന്മാരെ കൊണ്ടുപോകാൻ പറ്റുമോ? വിവിനെ കാരണന്മാരെ കണ്ടി പൊടി പോലും കണ്ടിട്ടില്ല. വിനീങ്ങിനിയെ അവക്കവിടെ ജോലിയൊന്നുമില്ല. വിവിനെയല്ല കൊണ്ടുപോയെ. അവളെയൊന്നും വരത്തില്ല. ആ അവൾക്ക് അവധി കുറവാ. പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. മാസത്തിൽ ഒന്നൊക്കെ വരുള്ളൂ. ഒന്നും വരവ് കുറവാ. ഛേ കല്യാണം കഴിക്കാറൊന്നും ആയില്ല. പഠിച്ചോണ്ടിരിക്കുമല്ലേ. ഇല്ലെന്നേ, അവള് പഠിച്ചോണ്ടിരിക്കുമല്ലേ. അവള് നേഴ്സിംഗ് പഠിച്ചോണ്ടിരിക്കുമല്ലേ. ഒരുപാട് പഠിച്ച ആര്? ആരാ? ആരാ പഠിച്ചത്? അവളൊന്നും പഠിച്ചൊന്നുമില്ല. അവള് പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അവള് കുഞ്ഞു കൊച്ചല്ലേ. അവള് മൂത്ത എലിക്കുട്ടി, കൊച്ചുമക്കളിൽ മൂത്ത എലിക്കുട്ടി അവള് പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. പോയി കിടക്കാനുള്ളൊരു കിടക്ക്, ഇരിക്കാനുള്ളവരിയ്ക്ക്. ആ ഞാനിവിടെ കിടന്നേക്കാം. ഞാനിവിടെ കിടന്നേക്കാം. നീ കിടക്കോട്ടോ. ആ എനിക്ക് ആരും ഇവിടെ കണ്ടാലും ഇല്ലേ? വേറെ വല്ലവരും കിടക്കാനുണ്ടോന്ന് ചോദിച്ചു. കിടക്കാറുണ്ടോ? വേറെ ആരും കിടക്കാൻ ഇല്ലെന്നാ പറഞ്ഞേ. എനിക്കിതൊന്നും അറിയത്തില്ല. ഇല്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം. ആ നമുക്ക് നമ്മുടെ കാര്യം മാത്രം. എൻ്റെ ആവശ്യമുള്ളൂ. ആ അതിൻ്റെ ആവശ്യമുള്ളൂ. ലോകത്തിലുള്ളവരെല്ലാം തപ്പിത്തറന്ന് നടക്കേണ്ട കാര്യമില്ല. ആ ലോകത്തിലുള്ളവരൊന്നും തപ്പി നടന്നിട്ട് കാര്യമില്ല. ഒരു ഇന്നത്തെ കാലമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇന്നത്തെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരു കണക്കല്ലേ? മനുഷ്യരോട് മനുഷ്യനായിട്ടുള്ള ഒരു യാതൊരു ഇണക്കവും ഇല്ലാത്ത കാലം. ആണോ? ആ ഇന്നത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മനുഷ്യമായിട്ട് ഇണക്കമൊന്നുമില്ല. ആ ഇപ്പം അങ്ങനെയാ, കാലം മാറിപ്പോയില്ലേ. പുതിയ കാലമല്ലേ. പുതിയ കാലത്ത് മനുഷ്യ സമയമില്ല. അതുകൊണ്ടായിരിക്കും. ഉറങ്ങുമല്ലേ? ഉറങ്ങുവാണോ? പോയി കിടക്കും. ആ എന്നാൽ ഞാൻ പോവാ. ഇവിടെ കിടന്നേക്കാം. ഇവിടെ കിടന്നേക്കാം. ഇവിടെ ഇവിടെ വേറെ എല്ലാവരും കിടക്കാൻ കാണോ? പിന്നെ ആരാ? അവിടെ നിന്ന് ആൾക്കാർ വരും. എവിടുന്ന്? അവിടെ വീട്ടിൻ്റെ അവിടെ നിന്ന്, വീട്ടിൽ നിന്ന്. അമ്മയുടെ വീടിൻ്റെ എവിടുന്നാ? ഓ അതൊക്കെ ഇനി എപ്പോൾ വരാനാ? ഇവിടെ കിടക്കാൻ വരും. വരുമോ? അപ്പം ഞാനിവിടെ കിടക്കണ്ടല്ലേ? ഞാൻ പോവാ. എനിക്കിതൊന്നും അറിയത്തില്ല. ആ
എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യം നോക്കാൻ അതിനെ കൊണ്ട് പറ്റുമില്ല. ആ അതൊന്നും പറ്റിയില്ല. ഇപ്പം പ്രായമായി പോയില്ലേ? ഇപ്പം എത്ര വയസ്സുണ്ട്? വൃത്തിയായിട്ട് സ്ഥലം അതിനാ മനുഷ്യനും അതെ, സ്ഥലവും അതെ. സ്ഥലവും മോശമാണോ? എലിക്കുട്ടിയമ്മയുടെ വീട് മോശമാണെന്നാണോ പറയണേ? സ്വന്തം എലിക്കുട്ടിയമ്മയുടെ വീടല്ലേ ഇത്? ബാക്കിയുള്ളവരുടെ വീട്ടിൽ വയ്ക്കാണ് എത്ര ഡീസ് ഉണ്ട്. ആ അതിനാ ഡീസൻ്റ് കുറവ്? ഡീസൻ്റ് കുറവ് എന്നാ പറ്റിയേ? ഇപ്പം ഇന്ന് ജോമോള് കിടക്കാൻ വരാത്തതിൻ്റെ കലിപ്പാണ് ഈ പറയുന്നത്. 2-3 വന്ന് പോയി കിടക്കോ ഇരിക്കും എന്നാണ് മനസ്സി. 2-3 ട്രിപ്പ് ഒന്ന് വിളിച്ചില്ലേ? ചച്ചിട്ട് എന്നാ കാര്യം. ചിലക്കുന്നില്ല. അപ്പോൾ ജോമോള് വന്ന് കിടക്കാത്തതിൻ്റെ കലിപ്പിനാണ് ഈ വർത്തമാനമൊക്കെ പറയണത് കേട്ടോ. ഉറക്കം കഴിഞ്ഞോന്ന്? ഉറക്കം കഴിഞ്ഞോന്ന്? അങ്ങനായില്ലല്ലോ ഉറങ്ങാറായില്ലേ? അവിടെ ആ അത് ശരിയാ, ഉറങ്ങാറായില്ല. അമ്മയൊക്കെ കിട്ടി. അമ്മയൊക്കെ വേണ്ട പുറത്തിരുന്നാണ്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. അമ്മ പുറത്തിരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. പുറത്തോട്ട് പോയോ? പുറത്തിരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. പുറത്തിരുന്ന് ആരോട് ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അവിടെ ആരാ? അമ്മ പുറത്തിരിപ്പുണ്ട്. പുറത്തിരിപ്പുണ്ടെന്നേ. വേറെ ആൾക്കാരുണ്ടോ? വേറെ ആരുമില്ല. ഫോണിൽ കൂടെ പറയുന്ന, ഉണ്ടോ? ഫോണിൽ വിളിക്കുന്ന, സ്ഥലം ഫോൺ വിളിക്കുന്നതാന്നേ. എന്താ? ഫോണില്ലേ? ഫോൺ ഫോണോ? ഫോൺ ഫോണോ? ആ ഫോൺ വിളിക്കുകയാണ്. ആ ഫോൺ വിളിക്കുക. ആരെ? ആരെയാന്ന് അറിയത്തില്ല. ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ നമ്മളുണ്ടല്ലോ. നമ്മൾ രണ്ടും പോരെ? നമ്മൾ രണ്ടും പോരെ? നിങ്ങളുള്ളതുകൊണ്ടാണ്. അതിനാ നമ്മളുള്ളതുകൊണ്ട് പറ്റിയല്ലേ? നമ്മളുള്ളത് കൊണ്ട് പറ്റിയല്ലേ? പിള്ളേരുണ്ട്. പിള്ളേർ പഠിക്കാൻ പോയില്ലേ? പിള്ളേർ പഠിക്കാൻ പോയി. പിള്ളേർ പഠിക്കാൻ പോയിരിക്കുമല്ലേ? ഉണ്ട്. ഓട്ടോറിക്ഷയിലെ ആൾക്കാരുമായിട്ട്. ആ ഓട്ടോറിക്ഷ പിന്നെ ആൾക്കാരെ കൊണ്ടുപോകാനല്ലേ? ഒരു സ്ഥലം ഒരു പ്രത്യേക രീതി. പ്രത്യേക രീതിയാണോ? അതിനാ പറ്റിയേ? അങ്ങനെയാ. എന്നാ പ്രത്യേകത? ഇവിടെ എന്നാ പ്രത്യേകത? ഇവിടെ എന്നാ പ്രത്യേകത? കിടക്കുവാണോ? ഇവിടെ എന്നാ പ്രത്യേകത എന്നാ ചോദിച്ചേ? കിടക്കാൻ പോകില്ല. കിടക്കാൻ പോകുന്നതാണോ പ്രത്യേകത? അമ്മേനെ കാണുന്നില്ലേ? അമ്മേനെ കാണുന്നില്ലേ? ആരെ? അമ്മേനെ കാണുന്നില്ലേന്ന്? അമ്മ എന്ത്? അമ്മേൻ്റെ പുറത്തിരിപ്പുണ്ട്. എവിടെ? പുറത്ത് എവിടെ? സിറ്റൗട്ടി ഇരിപ്പുണ്ടെന്നേ. അതെന്നാ? അവിടെ ഇരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഫോൺ വിളിക്കുക. എവിടെ ഇരിക്കുന്നു? അവിടെ കസേര ഇരിക്കുന്നു. ഇത് കണ്ടില്ലേ? അവിടെ ഇരിക്കുന്നു. അവിടെ കസേര ഇരിക്കുന്നു. കണ്ടില്ലേ? ഒരു വണ്ടിയിൽ പോകുന്ന സാധനമില്ല. ആ ഈശോയെ. വണ്ടിയിൽ അങ്ങനെ സാധനം എല്ലാം കൊണ്ടുപോകും. ഒരാൾ ആരാ ഇവിടെ ഇരിക്കുന്നേ? ആരാ ഇരിക്കുന്നേ? അവിടെ ആരാ ഇരിക്കുന്നത്? വല്ല പിടിയുണ്ടോ? അമ്മയ്ക്ക് പരിചയമുള്ള ആളാണോ ഇരിക്കുന്നത്? അമ്മയാണോ ഇരിക്കുന്നത്? അമ്മയാണോ അവിടെ ഇരിക്കുന്നത്? അമ്മയാണോ അവിടെ ഇരിക്കണമെന്ന്? ആണോ? അല്ലേ? അത് പിന്നെ ആരാ? അത് പെണ്ണാണോ? ഇവിടുത്തെ പെണ്ണാണോ? എലിക്കുട്ടിയുടെ കൂടെ നിൽക്കുന്ന പെണ്ണാണോ? എലിക്കുട്ടിയമ്മയുടെ കൂടെ നിൽക്കുന്ന പെണ്ണാണോ? അതും അല്ലേ? പിന്നെ ഏത് പെണ്ണാ ഇവിടെ നിൽക്കുന്ന പെണ്ണെന്ന് പറഞ്ഞ? പെണ്ണിൻ്റെ പേരെന്നാ? പെണ്ണിൻ്റെ പേരെന്നാ? അയ്യോ എന്റെ ദൈവമേ, ഇടി കുലുങ്ങുന്നുണ്ടേ. എന്നെ ഇന്ന് കറക്കി കൊല്ലുവേ. ഞാനേ പോയി പാല് മേടിച്ചോണ്ട് വരാം. ഇവിടെ ഇടി കുലുങ്ങാൻ തുടങ്ങി. മഴ പെയ്യാൻ പോവാ. രാമഴ കേട്ടോ. ഞാൻ പാല് മേടിക്കാൻ പോവാ. എലിക്കുട്ടിയമ്മ പോയി മേടിക്കും. ഇല്ലല്ലോ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം കേട്ടോ. പാല് മേടിക്കാനോ? വൈകുന്നേരം ചായ കുടിക്കണ്ടേ? 2 മണി കഴിഞ്ഞ്. 2 മണിയേ. അത് രാവിലെ കുടിച്ചാൽ പോലെ. വൈകുന്നേരം കഴിക്കുന്നത് ഇവിടെ ചായ എല്ലാരും കുടിക്കുന്നത്. രാവിലെ അങ്ങനെ കുടി കുറവാ കേട്ടോ. അത് എളുപ്പമാണ്. അതിനാ അവിടെയൊക്കെ ചെന്ന് മേടിച്ചോണ്ട്. ഇവിടെ അടുത്തല്ല. അമ്മ പറഞ്ഞു പോയി. ബാ നമുക്ക് പോയിട്ട് വരാം. ഇവിടെ പറയുന്ന സൊസൈറ്റിയിലൊന്ന് പോയിട്ട് വരാം. ബാ പോരുന്നുണ്ടോ? എവിടെയാ? ഇവിടെയാ, നമ്മുടെ സാബുമോന്റെ വീടിന്റെ അടുത്താ. സാവാന്റെ വീട് എവിടെയാ? ഇവിടെ അല്ലേ?
നമ്മുടെ വീടിൻ്റെ പുറകെ വീട് കണ്ടിട്ടില്ല. അയ്യോ ഒന്ന് ജോമോനൊന്നും കൊണ്ടേ കാണിക്കണ്ട ജോമോനെ. അവൻ്റെ വീട് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെന്ന്. ആഹാ അത് കൊള്ളാലോ. ആ വീട്ടിൽ എല്ലാവരും ഉണ്ടോ? ഞായറാഴ്ച അവരെല്ലാരും ഉള്ളപ്പോ ഒന്നും കൊണ്ടേ കാണിക്കാം. അമ്മ വീട് കണ്ടിട്ടില്ലെന്നാ പറയണേ. ഒന്നും കൊണ്ടേ കാണിക്കേ. ആ വീട്ടിൽ എല്ലാവരും ഉണ്ട്. വേണ്ട, നീ വാ. എന്നാത്തിനാണേ? നീ വാ. എന്നാത്തിനാ പോകാൻ കാണാൻ. അവിടെ ആരും ഇല്ലമ്മേ. എന്നാ പോകണ്ട. നമുക്ക് ഞായറാഴ്ച പോകാം. പിന്നെ എല്ലാ കാര്യത്തിന് പോകണം. അവരൊക്കെ എവിടെ പോയി? അവർക്ക് ജോലിക്ക് പോയില്ലേ? പിള്ളേര് പഠിക്കാൻ പോയി. എല്ലാവരും ജോലിക്ക് പോയി. രണ്ടുപേരും ജോലിക്ക് പോകും. അപ്പൊ അമ്മയില്ലേ? ഏതമ്മ? അമ്മ ഇവിടെയല്ലേ? അമ്മ ഇവിടെയാ ഉള്ളത്. അല്ല, അവിടെ അമ്മയില്ലേ? അവിടെ അമ്മയില്ല. അമ്മ എവിടെ പോയി? അമ്മ ഈ വീട്ടിലാ നിക്കുന്നത്. ആണോ? അത് ശരി. എന്നാ പിന്നെ നീ വിളിക്കാൻ മേലായിരുന്നു. ഈ വീട്ടിൽ നിൽക്കുന്ന അമ്മ ഇവിടെ തന്നെ നിപ്പുണ്ടല്ലോ. അതിനെന്നാ നീ എന്തിനാ വിളിക്കണ? ഇവിടെയല്ലേ നിക്കുന്നത് എലിക്കുട്ടി അമ്മ? എത്ര പേരുണ്ടായിരുന്നു? എലിക്കുട്ടി അച്ഛൻ്റെ കൂട്ട് ജീവിച്ചാ പോരാ. എലിക്കുട്ടി അമ്മ ഇതാ അമ്മ. അതേ കാര്യമൊക്കെ ചെയ്യുക. കിടക്കാൻ നോക്കാം. എന്നാ കിടന്നോ പോയി. ഞാൻ പോയി പാലൊക്കെ മേടിക്കട്ടെ. ഞാൻ പോയി പാലൊക്കെ മേടിച്ചോണ്ട് വരട്ടെ. ചായ കുടിക്കണ്ടേ? നീ എപ്പോഴാ? ഇപ്പം പോവാ. 2:30 എന്നെ ഉറങ്ങാൻ വിളിച്ച് എന്റെ കണ്ണ് തൂങ്ങുക കേട്ടോ. സത്യമായിട്ട് പറയാം, അമ്മ എന്നെ ഉറക്കണേന്നാ എനിക്ക് തോന്നുന്നത്. ആ കുറ്റം കൂടെ അമ്മയ്ക്ക് വെച്ചേക്കുവാ. ഉറങ്ങേണ്ട സമയാ. ഒരൊറക്കം നന്നായിട്ട് ഈ സമയത്താ ഉറങ്ങണ്ടേ. അത് ഉറങ്ങണം എല്ലാവരും. ഇതൊക്കെ ശരീരത്തിന് ആരോഗ്യം. അമ്മ ഇതല്ലേ അമ്മയുടെ മകനോട് പറഞ്ഞു കൊടുക്ക്. മകനെ അറിയത്തില്ല. പിന്നെ എനിക്കറിയത്തില്ല എന്റെ കാര്യം. എന്നെക്കാളും അറിയാവുന്ന മകനെ. അത് ശരി, അതൊക്കെ എനിക്കറിയാം. പിന്നെ ആ മകനോട് എന്നാ പറയാൻ? എനിക്കല്ലേ അറിയില്ലാത്തതല്ലേ, അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. എലിക്കുട്ടി അമ്മയുടെ ഒരു കാര്യം. എലിക്കുട്ടി ഞാൻ ചെന്ന് കിടക്കാതെ കിടക്കിയല്ലോ ജോമാനെ. അതാണ് ഈ കുഴപ്പം. ഞാനാ കിടന്നോണ്ടിരുന്നത്. ആണോ? എന്നാ വാ കിടക്കാം. നീ എവിടെ പോവാ? ഞാൻ പാല് മേടിച്ചോണ്ട് വരട്ടെ. ഞാൻ എപ്പോഴാ പോയി? ഇപ്പം പോവാ. കിടക്കാൻ സമയം ആയില്ലല്ലോ. ഇച്ചിരി നടക്ക്. എനിക്ക് തൂക്കം ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അടുത്താണോ വീട്? ആരുടെയാ? പാല് മേടിക്കാൻ. പാല് മേടിക്കാൻ സ്റ്റോറ് ഇവിടെ എടുത്താ, തൊട്ടടുത്താ. സ്റ്റോറിലൊക്കെ മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. എനിക്ക് ഉറക്കം. സ്റ്റോറല്ലേ നമ്മൾ പാല് കൊടുത്തോണ്ടിരുന്ന സ്ഥലം. പശുവിനെ കറന്നേ പാല് കൊടുത്തോണ്ടിരുന്ന സ്ഥലമല്ലേ സ്റ്റോറ്? കൊണ്ട് കൊടുത്തോണ്ടിരുന്ന സ്ഥലം. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് മേടിക്കുമല്ലേ. എല്ലാം മറന്നു പോണു. ഒന്ന് കിടക്കാൻ നേരമില്ല. ഒന്ന് വൈകാൻ. ഭയങ്കര വെയിലാ. പോന്നിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. അയ്യോ, ഇങ്ങോട്ട് പോന്നിട്ട് ഉറങ്ങിയിട്ടില്ലേ? അതിനെ പറ്റി ഇല്ലാത്ത ആൾക്കാരുടെയൊക്കെ കൂടെ വന്ന് കിടന്ന ഉറങ്ങുമോ ജോമോനെ? ജോമോൻ എന്നാ ഈ പറയണേ അല്ലേ? നീ പോയോ? ഞാൻ പോവാ. എന്തോ ബന്ധമില്ലാത്ത ആൾക്കാരെ കൂടെ അല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് എവിടെ പോയാലും പിന്നെ എനിക്ക് ഉറക്കം പറ്റിയാൽ. ആണോ? കിടക്കുകയില്ല, പകലും കിടക്കിയാൽ. അതുകൊണ്ടാണ് എലിക്കുട്ടി അങ്ങ് പോകാത്തല്ലേ? ഉറക്കവും വരില്ല, സുഖമില്ല. അതുകൊണ്ടാണ് എലിക്കുട്ടി അമ്മ എങ്ങും പോകാത്ത. സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുന്നല്ലേ? എന്തോ ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ. അയ്യോ, നേരം വിളക്കാൻ ഒത്തിരി സമയമുണ്ട്. നേരം വിളക്കാൻ ഒത്തിരി സമയമുണ്ടെന്നേ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഫാനൊക്കെ കടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. മഴ പെയ്യുന്നുണ്ട് വൈകുന്നേരം. കഴിഞ്ഞ് മഴയാന്ന് തോന്നുന്നു. ഒന്നും ചെയ്തിട്ടില്ല. പാല് മേടി. അതെപ്പോഴാ? ഇപ്പോൾ വരും.
ഒത്തിരി നടക്കണം. നമ്മുടെ തൊട്ടപ്പുറത്തല്ലേ വീടാണോ വീട്? സ്റ്റോറല്ലേ? ഏ സ്റ്റോറാണ്. സൊസൈറ്റിയില്ല. ആ സൊസൈറ്റിയിൽ. നമ്മുടെ അപ്പുറത്തല്ലേ സൊസൈറ്റി? ഇവിടെയൊക്കെ ഈ സമയത്ത് പാല് കൊടുക്കണം. ആ ഈ സമയത്താണ് പാലെടുക്കുന്നത്. ആ എന്നാ കിടന്നോ? അടുത്ത് എടുത്തോ? ഇനി ഒന്ന് മയങ്ങാനുള്ള നേരം ഉള്ളൂ. ആ എന്നാ ഒന്ന് മയക്കൂ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.